ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപർണയാണ്. ഇന്ന് നമ്മൾ എഗെയിൻ ഒരു കോഴ്സ് ക്ലാസിഫിക്കേഷനിലേക്കാണ് പോകുന്നത്. കോഴ്സ് ക്ലാസിഫിക്കേഷൻ പാർട്ട് 3 ആണ്. നോർമാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുക. ഇറ്റ് ഈസ് നമുക്ക് പരിചയമുള്ളതുപോലെ തന്നെ നോർമൽ ആൻഡ് അബ്നോർമൽ കോസ്റ്റ്. എന്തുകൊണ്ടാണ് ഒരു കോസ്റ്റിനെ നോർമൽ കോസ്റ്റ് എന്നും എന്തുകൊണ്ടാണ് അബ്നോർമൽ കോസ്റ്റ് എന്നും പറയാം. നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ടിൽ സർവ്വസാധാരണയായിട്ട് നമുക്ക് ഇൻക്വയർ ആവുന്ന കോസ്റ്റുകളെയാണ് നമ്മൾ നോർമൽ കോസ്റ്റ് എന്ന് പറയുക. സർവ്വസാധാരണമല്ലാതെ അഡീഷണലി നമുക്കൊരു കോസ്റ്റ് വന്നു, അതിന് നമ്മൾ അബ്നോർമൽ കോസ്റ്റ് എന്ന് പറയും. ആ ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ടിൽ സാധാരണ അത്രയും കോസ്റ്റ് വരാറില്ല. ആ എക്സ്ട്രാ വന്നിരിക്കുന്നത് ഒരു അബ്നോർമൽ കോസ്റ്റാണ്. അതുകൊണ്ടാണ് അതിന് അബ്നോർമൽ എന്ന് പറയാം. അപ്പോൾ ഈ അബ്നോർമൽ കോസ്റ്റ് നമ്മൾ കോസ്റ്റിംഗ് P&L അക്കൗണ്ടിലാണ് കാണിക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കോവിഡൊക്കെ വന്ന സമയത്ത് നമ്മുടെ പല ഓർഗനൈസേഷൻസിലും ഓഫീസിലും കടകളിലും ഷോപ്പുകളിലും ഒക്കെ നമുക്ക് അഡീഷണൽ ഒരു സാനിറ്റൈസ് ചെയ്യുന്ന കോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് നമുക്കൊരു അബ്നോർമൽ കോസ്റ്റ് ആയിട്ട് പറയാം. ഒരു എക്സ്പെക്റ്റഡ് കോസ്റ്റ് അല്ല അത്. ആ ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ടിൽ നമുക്ക് ചാർജ് ചെയ്തുകൊണ്ടിരുന്ന കോസ്റ്റുകളെക്കാട്ടിൽ കൂടുതലായിട്ട് അപ്രതീക്ഷിതമായി വന്ന ഒരു കോസ്റ്റാണ്. സോ അതാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച്.